പ്രണയിക്കാത്തവർ ഉണ്ടാവില്ല. പ്രണയത്തെക്കുറിച്ചുള്ള രസകരവും കൗതുകകരവുമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോർവേയിലെ രാജാവായിരുന്ന ഹെറാൾഡ് ഒരു വസ്ത്രവ്യാപാരിയുടെ മകളുമായി പ്രണയത്തിലായി. തൻ്റെ പ്രണയിനിയെ വിവാഹം കഴിക്കാനായില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതനായി കഴിയുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ കമിതാക്കൾ വിവാഹിതരാകുകയും ഈ പെൺകുട്ടി ഭാവിയിൽ നോർവേയിലെ രാജ്ഞിയാവുകയും ചെയ്തു. നിങ്ങൾ പങ്കാളിയെ ഓമനിക്കുകയാണെങ്കിൽ അത് നല്ലൊരു പെയിൻ കില്ലറിൻ്റെ ഗുണം നിങ്ങൾക്ക് ചെയ്യും. പ്രണയത്തിൽ ഉപയോഗിക്കുന്ന ഹാർട്ട് സിംബൽ 1250 മുൻപ് ഇലകളുടെ കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. പ്രണയം ജോലിയിലെ കാര്യക്ഷമത അല്പം കുറയ്ക്കുമെന്ന് പറയാം. നമ്മൾ പങ്കാളിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാകാം സുഹൃത്തുക്കൾ നമ്മിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. പ്രണയം നിങ്ങളുടെ ഏതെങ്കിലും 2 നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രണയിക്കുന്നവർക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന പ്രശ്നമുള്ളവരോട് സാമ്യമുണ്ടെന്നാണ് കണ്ടുപിടുത്തം. ഫിലോഫോബിയ എന്നൊരു ഫോബിയയുണ്ട്. ആരെങ്കിലുമായി ഞാൻ പ്രണയത്തിലാകുമോ എന്നൊരു പേടിയാണിത്. Match.com എന്നൊരു ഡേറ്റിംഗ് വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഗേൾഫ്രണ്ട് ഇതിൽ കണ്ടൊരു പുരുഷനായി ഡേറ്റിംഗ് നടത്തി ഉടമസ്ഥനെ വിട്ടുപോയി. 2014 വാലന്റൈൻസ് ദിനത്തിൽ അരിസോണയിലെ ഒരു ജയിൽ പുള്ളി തടവ് ചാടി. തൻ്റെ പ്രണയിനിയെ കാണാനായിരുന്നു. ഓൺലൈനിലൂടെ പ്രണയത്തിലാകുന്ന 23% കമിതാക്കളും വിവാഹം കഴിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്ത് ഒരു ദിവസം 3 മില്യൺ പുതിയ കമിതാക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും പ്രശസ്ത വ്യക്തികൾ താനുമായി പ്രണയത്തിലാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇറോട്ടോമനി എന്നാണ് ഇത് അറിയപ്പെടുന്നത്.